Hello future doctors. അപ്പോൾ നാളെയാണ് നിങ്ങളുടെ ആദ്യത്തെ നീറ്റിന്റെ ചാപ്റ്റർ വൈസ് ടെസ്റ്റ്. ബയോളജിയുടെ ചാപ്റ്റർ 1 ആയിരിക്കും ഉണ്ടാവുക. അപ്പോൾ എല്ലാവരും നല്ലോണം അടിപൊളിയായിട്ട് പ്രിപ്പയർ ചെയ്ത് ഫുൾ സെറ്റായിട്ട് ടെസ്റ്റ് എഴുതാൻ വരണം. അപ്പോൾ ടെസ്റ്റ് നമ്മളുടെ യൂഷ്വൽ ആയിട്ടുള്ള ടെസ്റ്റ് പ്ലാറ്റ്ഫോമിൽ തന്നെയായിരിക്കും നടക്കുന്നുണ്ടാവുക. 5 സ്ലോട്ട്സിലായിട്ടാണ് നിങ്ങൾക്ക് ടെസ്റ്റ് നടത്താം. അതായത് നിങ്ങളുടെ ഏത് ടൈം സ്ലോട്ടാണ്, വൈകുന്നേരം 6:30 മുതൽ രാത്രി 9:30 വരെയാണ് ഈ ടൈം സ്ലോട്ട്സ് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ ടൈം സ്ലോട്ട് ഏതാണ്, നിങ്ങളുടെ ടെസ്റ്റിന്റെ ലിങ്ക്, ഇത് രണ്ടും നിങ്ങൾക്ക് സ്റ്റുഡൻറ് റിലേഷൻ ടീം അയച്ചു തന്നിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങൾ ആ ഒരു സമയത്തിന്, ഇപ്പോൾ നിങ്ങൾക്ക് 6:30 to 7 ഇടയിലാണ് ടെസ്റ്റ് തന്നിരിക്കണമെങ്കിൽ ആ സമയത്ത് കയറി ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാം. നിങ്ങൾക്ക് ഒരേ ഒരു തവണ മാത്രമാണ് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ വേണ്ടി കയറാൻ നേരത്ത് നിങ്ങളുടെ നെയിം കൊടുക്കാനുള്ള ഒരു സ്പേസ് കാണും. അപ്പോൾ ഈ നെയിം കൊടുക്കാനുള്ള സ്പേസിൽ നിങ്ങൾ എന്താ പ്രൊവൈഡ് ചെയ്യേണ്ടത്, നിങ്ങളുടെ നീറ്റ് റോൾ നമ്പറാണ്. നിങ്ങളുടെ നീറ്റ് റോൾ നമ്പറാണ് നിങ്ങൾ നെയിം കൊടുക്കാനുള്ള സ്പേസിൽ പ്രൊവൈഡ് ചെയ്യേണ്ടത്. അപ്പോൾ ആ റോൾ നമ്പർ അവിടെ കൊടുക്കുക. എന്നിട്ട് ടെസ്റ്റിന് ജോയിൻ ചെയ്യുക. 30 മിനിറ്റ് ആണ് നിങ്ങളുടെ ടെസ്റ്റിൻ്റെ ടൈം. 20 ക്വസ്റ്റ്യൻസ് ആണ് ഉണ്ടാവുക. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്നതായിരിക്കും. 30 മിനിറ്റ് 20 ക്വസ്റ്റ്യൻസ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, നെയിമൊക്കെ കൊടുത്ത് ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുമ്പം നിങ്ങൾക്ക് തോന്നുകയാണ് ഒരു ക്വസ്റ്റ്യൻ എനിക്ക് അറിയില്ലെങ്കിൽ ആ ക്വസ്റ്റ്യൻ അങ്ങനെ സ്കിപ്പ് ചെയ്യുകയല്ല വേണ്ടത്. ആ ക്വസ്റ്റ്യനും നിങ്ങൾ അറിയില്ലെങ്കിൽ ഒരു ഓപ്ഷനും സെലക്ട് ചെയ്യാതെ ആ ക്വസ്റ്റ്യനും എന്ത് ചെയ്യണം, സബ്മിറ്റ് കൊടുക്കണം. ഓക്കെ, ക്വസ്റ്റ്യൻസ് അറിയില്ലെങ്കിലും വെറുതെ സ്കിപ്പ് ചെയ്ത് പോരുത്. ആ ക്വസ്റ്റ്യനും എന്ത് ചെയ്യണം, സബ്മിറ്റ് കൊടുത്തിട്ട് ലാസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും കഴിയുമ്പോൾ ഒന്നിച്ച് ഫിനിഷ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്താണ്, നിങ്ങളുടെ കറസ്പോണ്ടിങ് മാർക്സ് ഒക്കെ കിട്ടും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം അല്ലേ, നമ്മളിപ്പോൾ അരമണിക്കൂറേ ഉള്ളൂ, പെട്ടെന്ന് ഇടയിൽ വെച്ചിട്ട് നെറ്റ് പോയി എന്ത് ചെയ്യും, നെറ്റ് പോയി കഴിഞ്ഞാലും നിങ്ങളുടെ എവിടെയാണ് ടെസ്റ്റ് സ്റ്റോപ്പ് ആയത് അവിടെ വെച്ച് തന്നെ നിങ്ങളുടെ ടെസ്റ്റ് റീസ്റ്റാർട്ട് ചെയ്യും. അതുകൊണ്ട് ഇനിയിപ്പോൾ നെറ്റ് പോയി അതുകൊണ്ട് എന്ത് പ്രശ്നമായി, അങ്ങനെ ഒരു പ്രശ്നവും ഇല്ല. നെറ്റ് പോയാലും എവിടെയാണോ സ്റ്റോപ്പ് ആയത് അവിടെ വെച്ച് തന്നെ നിങ്ങളുടെ ടെസ്റ്റ് റീസ്റ്റാർട്ട് ആവുന്നതാണ്. അപ്പോൾ നമ്മളുടെ ചാപ്റ്റർ വൈസ് ടെസ്റ്റിൻ്റെ വിന്നേഴ്സ് എന്താണ്, ഈ വിന്നേഴ്സിന് കാത്തിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ വിന്നേഴ്സിന് ക്യാഷ് പ്രൈസ് ആണ്. ഫസ്റ്റ് പ്രൈസ് കിട്ടുന്ന ആൾക്ക് 500 രൂപയുടെ ക്യാഷ് പ്രൈസും, സെക്കൻഡ് കിട്ടുന്ന ആൾക്ക് 300 രൂപയുടെ ക്യാഷ് പ്രൈസും, തേർഡ് കിട്ടുന്ന ആൾക്ക് 200 രൂപയുടെ ക്യാഷ് പ്രൈസും ആണ്. അപ്പോൾ വേഗം തന്നെ ഇരുന്ന് പഠിച്ച് ഫുൾ പ്ലാൻ ചെയ്ത് നാളെ ടെസ്റ്റ് എഴുതാൻ വന്നോളൂ. അപ്പോൾ നിങ്ങൾ എൻഷുർ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് എൻഷുർ ചെയ്യേണ്ട കാര്യങ്ങൾ? ഒന്ന്, നിങ്ങളുടെ റൂൾ നമ്പർ ഫുൾ എഴുതി നോട്ട് ചെയ്ത് വെക്കാം. രണ്ടാമത്തെ കാര്യം, ഇപ്പം തന്നെ നിങ്ങൾക്ക് ടെസ്റ്റിൻ്റെ ലിങ്കും അതേപോലെ തന്നെ നിങ്ങളുടെ ടെസ്റ്റിൻ്റെ ടൈമും ഒക്കെ സ്റ്റുഡൻറ് റിലേഷൻ ടീം അയച്ചു തന്നിട്ടുണ്ടെങ്കിൽ അതൊക്കെ നോട്ട് ചെയ്ത് വെക്കുക. കറസ്പോണ്ടിങ് ആയിട്ടുള്ള ടൈമിന് തന്നെ ജോയിൻ ചെയ്യുക ടെസ്റ്റിന്, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പിന്നെ ടെസ്റ്റ് എഴുതാൻ പറ്റില്ല. അതേപോലെ തന്നെ ആ ഒരു ടെസ്റ്റ് നിങ്ങൾക്ക് ഒരേ ഒരു ടെസ്റ്റാണ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, 1 ടൈമാണ് നിങ്ങൾക്ക് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ വേഗം തന്നെ എന്ത് ചെയ്യുക, ടെസ്റ്റൊക്കെ അറ്റൻഡ് ചെയ്ത് ഫുൾ സെറ്റായിട്ട് വരിക. നമുക്ക് നമ്മളെ ആദ്യത്തെ ടെസ്റ്റാണ്. നിങ്ങൾക്ക് ഇതാ ഈ ഒരു ഫസ്റ്റ് പ്രൈസ്, സെക്കൻഡ് പ്രൈസ്, തേർഡ് പ്രൈസ്, നമ്മൾ ഫസ്റ്റ് പ്രൈസ് എയിം ചെയ്തിട്ട് ടെസ്റ്റ് അറ്റൻഡ് ചെയ്യുക. ഫസ്റ്റ് ടെസ്റ്റ് ആണ്. അപ്പോൾ ഓൾ ദി ബെസ്റ്റ് എവ്രിവൺ.